പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചായിരുന്നു ബഹളം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, എങ്ങനെയായിരുന്നു സഭാ നടപടികൾ? പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹളം. ഇതുവരെ നിയമസഭയിൽ അവതരിപ്പിച്ച അവതരണ അനുമതി തേടിയിട്ടുള്ള എല്ലാ അടിയന്തര പ്രമേയം സർക്കാരിന്റെ അഴിമതി മൂലം ഉണ്ടായതാണ് എന്നായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞത്. ആരോപണ വിധേയനായ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ നിലവിൽ VSDP സംവരണ വിഷയമടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതും ഇന്ന് സഭയിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു. സുനിൽ അരുമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുനിൽ, എങ്ങനെയായിരുന്നു സഭാ നടപടികൾ? അരുൺ, ഇന്നലെ തൃശൂർ വിജിലൻസ് കോടതി പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ സാഹചര്യമാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവന്നത്. കോടതി പരാമർശിച്ച ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് പാമോയിൽ കേസിൽ വ്യക്തമായിരിക്കുന്നു. അതിനാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച രാജു അബ്രഹാം പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നേരത്തെ പല ഘട്ടങ്ങളിൽ പോലും ഇതിനകത്തുള്ള പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഈ പാമോയിൽ കേസിനകത്തുള്ള പങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പല ഘട്ടങ്ങളിലായിട്ട് ഈ കേസ് എഴുതി തള്ളാനായിട്ടുള്ള ശ്രമം നടത്തിയതെന്നും രാജു അബ്രഹാം ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ പറഞ്ഞത്, ഈ കേസിൽ യാതൊന്നും തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടില്ല. മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ കോടതി ഒരു പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി ഈ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതി പരാമർശം യാതൊരു തരത്തിൽ പ്രാധാന്യവും പ്രസക്തിയും അർഹിക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എണീറ്റപ്പോൾ പ്രതിപക്ഷം ബഹളം വെച്ചു. കാരണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കാൻ, അത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി ഇതൊക്കെ പ്രതിപക്ഷ ബഹളം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയും ഇതിന് മറുപടി പറഞ്ഞു. താൻ 20 വർഷത്തിലധികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരെയും അതിൽ ഉൾപ്പെട്ട് എന്നുള്ള രീതിയിൽ അവരെ മാനസികമായി തന്നെ തളർത്തുന്ന തരത്തിലുള്ള നടപടികളുമായി പോയി. അതുകൊണ്ടാണ് ഒരു സർക്കാർ ഇടപെട്ടത്. താൻ ചെയ്ത നടപടികളിൽ താൻ യാതൊരു തരത്തിലുള്ള തെറ്റും കാണുന്നില്ല. തന്നെക്കുറിച്ച് യാതൊരു തരത്തിൽ പരാമർശവുമില്ല. ഇത് പ്രതിപക്ഷം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് സ്പീക്കർ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ ഈ 13ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിലെ ഓരോ ദിവസത്തിലും ഭരണപക്ഷത്തിനെതിരെയുള്ള അഴിമതിയാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് ലജ്ജാകരമാണ്. ജനങ്ങൾക്ക് ഇടയിൽ ഈ അഴിമതി തുറന്നു കാട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി മറ്റുള്ളവരെയൊക്കെ അഴിമതിക്കാരെന്ന് പറഞ്ഞ് പുറത്താക്കുന്നതിന് കൂട്ടുനിന്നു. പ്രത്യേകിച്ച് കെ കരുണാകരനെ അടക്കം അഴിമതിയുടെ പേരിൽ പുറത്താക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ മാത്രം മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാത്ത നടപടി പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ച് കുത്തിയിരിപ്പ് സമരം നടത്തുകയാണെന്ന് പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും സഭയിലെ ചില നടപടികൾ വേഗത്തിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷവും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിലാണ് സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞ സ്പീക്കർ ചെയറിൽ നിന്ന് പോയത്. നിയമസഭയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. JNU വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ ഇടത് എംപിമാരുടെ പ്രതിഷേധം. JNU വിഷയത്തിൽ തന്നെ ലോക്സഭയിൽ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സന്തോഷ് സല്ലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റ് വിശദാംശങ്ങൾ കൂടി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു. കാതലായ വിഷയങ്ങൾ സ്പർശിക്കാതെയാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച
ഇരുസഭകളിലും നടക്കും. എന്തായാലും JNU വിഷയം മറ്റ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ വളരെ സജീവമായി പാർലമെന്റിൽ ചർച്ചയാകും. പാർലമെന്റിൽ വലിയ അളവിൽ അത് പ്രതിഷേധം ഉയർന്നുവരും എന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു. നാളെയാണ് റെയിൽ ബജറ്റ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ റെയിൽ ബജറ്റ് അവതരിപ്പിക്കാനുള്ളത്. വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഉന്നയിച്ച് ഇടത് എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തും. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സൽനി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, സഭാ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദളിത് വിരുദ്ധരാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ പലതും. JNU വിഷയത്തിലൊക്കെ വ്യാജ ആരോപണം ഉണ്ടാക്കി എതിരാളികളെ അറസ്റ്റ് ചെയ്തടക്കമുള്ള സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രകടനത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്നാലും അതിനുശേഷം എംപിമാർ ഇപ്പോൾ പാർലമെന്റിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേള നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൂടാതെ ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് മാറ്റിവെക്കണമെന്നും ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് സ്പീക്കർ അല്പം മുമ്പ് പറഞ്ഞത് ഇക്കാര്യം ചർച്ച ചെയ്യാം എന്നാണ്. എന്തായാലും ഇപ്പോൾ ചോദ്യോത്തര വേളയിലേക്ക് ഈ സ്പീക്കറിന്റെ പ്രസ്താവന കാരണം കടന്നിട്ടുണ്ട്. എന്തായാലും സ്പീക്കർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്ന് JNU വിഷയമടക്കം ലോക്സഭയിലും ചർച്ച ചെയ്യും. രാജ്യസഭയിലാകട്ടെ സീതാറാം യെച്ചൂരി, D രാജ അടക്കം 31 എംപിമാർ JNU വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇത് അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹ്രസ്വ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അരുൺ. സന്തോഷ് സല്ലിംഗ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. JNU വിവാദത്തിൽ ദില്ലി പോലീസ് ഹൈക്കോടതിയിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട JNU വിദ്യാർത്ഥികൾ പോലീസിൽ കീഴടങ്ങി. ഉമർ ഖാലിദ്, അനിൽ ബൻ ഭട്ടാചാര്യ എന്നിവരാണ് ക്യാമ്പസിന് പുറത്തെത്തി കീഴടങ്ങിയത്. അതേസമയം കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 29ലേക്ക് മാറ്റിവെച്ചു എന്നുകൂടിയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. മനുശങ്കരൻ ദില്ലിയിൽ നിന്ന്. മനു, വിശദാംശങ്ങൾ. അരുൺ, കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ദില്ലി ഹൈക്കോടതി ഫെബ്രുവരി 29ലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇന്നലെ തന്നെ ദില്ലി ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കവേ ഇന്ന് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീർപ്പ് നൽകാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ദില്ലി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഉമർ ഖാലിദ് അടക്കമുള്ളവരെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം ഇവരുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി തങ്ങൾക്ക് ലഭിക്കണമെന്നും ഇതിനുശേഷമേ ഈ ജാമ്യ ഹർജി പരിഗണിക്കാവൂ എന്നും ദില്ലി പോലീസിന്റെ അഭിഭാഷകർ കോടതി മുമ്പാകെ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ ഫെബ്രുവരി 29ലേക്ക് കന്നയ്യയുടെ ജാമ്യ ഹർജി വാദം കേൾക്കുന്നതിനായി മാറ്റിയിരിക്കുന്നത്. അതിനാൽ തന്നെ കന്നയ്യ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. അതോടൊപ്പം ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ എന്നിവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് ദില്ലി ഹൈക്കോടതി തന്നെ ദില്ലി പാട്യാല ഹൗസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലെ പോലെ ഒരു ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഒരുപക്ഷെ ഉമർ ഖാലിദിന്റെ അനിർബൻ ഭട്ടാചാര്യയുടെ അഭിഭാഷകർ മാത്രമാകും കോടതിയിൽ എത്തുക എന്നുകൂടി അറിയുന്നു. അതോടൊപ്പം ദില്ലി ഹൈക്കോടതി ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തി. കനയ്യകുമാറിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നതിൽ കോടതിക്ക് ആശങ്ക പങ്കുവെക്കുകയുണ്ടായി. കന്നയ്യയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷണം നൽകേണ്ടത് ആവശ്യമാണ്. ജയിലിനകത്ത് പോലും കന്നയ്യ സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം കോടതിക്ക് വന്നിരിക്കുന്നു എന്ന ഈ വാദം കേൾക്കുന്നതിനിടയിൽ കോടതി വ്യക്തമാക്കിയുണ്ടായി. അതിനാൽ തന്നെ കന്നയ്യയുടെ സുരക്ഷ ശക്തമാക്കണമെന്നും ദില്ലി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ പോലീസ് മുമ്പാകെ കീഴടങ്ങിയ ഉമർ ഖാലിദും ഒപ്പം അനിർബൻ ഭട്ടാചാര്യയും വസന്ത് വിഹാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷ കുറവായതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് ഇപ്പോൾ സൗത്ത് ക്യാമ്പസ് പോലീസ് സ്റ്റേഷൻ, RK പുരത്തിലെ സൗത്ത് ക്യാമ്പസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇരുവരെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇരുവരും മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാകും എന്നാണ് അറിയുന്നത്. 24 മണിക്കൂറിനകം ഇത്തരത്തിൽ പോലീസ് മുമ്പാകെ കീഴടങ്ങിയാൽ കോടതി മുമ്പാകെ എത്തിക്കണം എന്നതിനാൽ തന്നെ ഇന്ന് ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ തന്നെ എത്തിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ഇരുവരും ജാമ്യാപേക്ഷ നൽകിയേക്കുമെന്നും ഈ ജാമ്യാപേക്ഷയും ദില്ലി പോലീസ് എതിർത്തേക്കും എന്നുകൂടിയാണ് അറിയുന്നത്. അരുൺ, മനു അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച അഭിഭാഷകർക്കെതിരെ നിലവിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം മനുവിന് ഭീഷണി ഫോൺ കോളുകൾ വന്നു എന്നും സൂചനയുണ്ടല്ലോ.
തീർച്ചയായും അരുൺ, നമ്മളെ അടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരെയും മർദ്ദിച്ച അഭിഭാഷകരെ പോലീസ് മുമ്പാകെ എത്തി വീഡിയോ തെളിവുകളടക്കം കൈമാറി ഇവരെ തിരിച്ചറിയുക ഉണ്ടായിരുന്നു. ഇതിനു ശേഷമാണ് വിവിധ മാധ്യമ പ്രവർത്തകരും ഇത് സംബന്ധിച്ചുള്ള പരാതിയിന്മേൽ മൊഴി രേഖപ്പെടുത്തുന്നതിനും മറ്റും പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇവരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാന അക്രമികളായ വിക്രംജിത്ത് ചൗഹാൻ ഒപ്പം യശ്പാൽ സിംഗ് എന്ന അഭിഭാഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇന്ത്യ ടുഡേ ചാനൽ സ്പൈ ഓപ്പറേഷനിലൂടെ ഇവർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നത് കന്നയ്യകുമാറിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആക്രമിച്ചിരുന്നു, വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു. ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്നത് വരെ 3 മണിക്കൂറോളം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ ആക്രമിച്ചിരുന്നതെന്നും ഇതേ വിക്രംജിത്ത് ചൗഹാൻ ഒപ്പം യശ്പാൽ സിംഗ് എന്നീ അഭിഭാഷകർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരോട് പോലീസ് മുമ്പാകെ കീഴടങ്ങണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ പോലീസ് മുമ്പാകെ ഇവർ എത്തും എന്നുകൂടി ഇപ്പോൾ കോടതി മുമ്പാകെ ഈ വിക്രംജിത്ത് ചൗഹാൻ അറിയിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അരുൺ, മനുശങ്കർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പി ജയരാജൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് കടുത്ത ഉത്കണ്ഠ ഉളവാക്കുന്നതായി പിണറായി വിജയൻ. ജയരാജനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള CBIയുടെ വ്യഗ്രതയും അസമയത്ത് ആരോഗ്യനില കണക്കിലെടുക്കാതെ ആംബുലൻസിൽ തലസ്ഥാനത്തേക്ക് അയച്ച് അപകടത്തിൽപ്പെടുത്തിയ സർക്കാരിന്റെ നടപടിയും സംശയങ്ങൾ ഉയർത്തുന്നു. RSS ആസൂത്രണമനുസരിച്ച് ജയരാജന് നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. ഇതിൽ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ പ്രതികരണം ഉയരണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് വാഹനം ഓടിച്ചിട്ടില്ലെന്ന് ആംബുലൻസിന്റെ ഡ്രൈവർ നൌഷാദ്. താൻ ഉറങ്ങിപ്പോയതല്ല അപകട കാരണമെന്നും ടയർ പഞ്ചറായി എന്ന് തോന്നിയപ്പോൾ വാഹനം നിർത്താൻ ശ്രമിച്ചപ്പോൾ അപകടം ഉണ്ടാവുകയായിരുന്നുവെന്നും നൌഷാദ് പറഞ്ഞു. ഞാൻ ലോങ് അധികം പോയിട്ടില്ല. കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ ആ ഡിഷനിലെ വണ്ടി പോലെ ലോങ് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും ചോദിച്ചിട്ടില്ല. പി ജയരാജനുമായി റോഡ് മാർഗം തന്നെ പോലീസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായാൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. മതിയായ സുരക്ഷ ഉറപ്പാക്കിയിട്ട് യാത്ര തുടരാവുന്ന CPIMന്റെ ആവശ്യം തള്ളിയാണ് യാത്ര തുടരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അരുൺ, 9:45 തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇപ്പോ വാഹനം 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച് അങ്കമാലി പിന്നിട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് അങ്കമാലി ജംഗ്ഷൻ കഴിഞ്ഞ് ദേശീയപാതയിലൂടെ എറണാകുളം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ദേശീയപാതയിലൂടെ തന്നെ യാത്രയെ തിരുവനന്തപുരത്തെത്താനാണ് സംഘത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെയും ജയരാജന്റെ ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യം തള്ളി റോഡ് മാർഗം തന്നെ കൊണ്ടുപോകാൻ രാവിലെ പോലീസ് നിർബന്ധ ബുദ്ധി കാണിക്കുകയായിരുന്നു. അത്തരമൊരു നിലപാട് കർക്കശമായി സ്വീകരിക്കുകയായിരുന്നു. തീവണ്ടി മാർഗം, ട്രെയിൻ മാർഗം ജയരാജനെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നൊരാവശ്യമാണ് CPM നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് ഒരു കാരണവശാലും സ്വീകരിക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കളെ കാണാൻ അവസരമുണ്ടാക്കണം എന്നൊരു അഭ്യർത്ഥനയും നടത്തിയിരുന്നു. പക്ഷേ അതും പോലീസ് അംഗീകരിച്ചില്ല. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ബന്ധുക്കൾക്ക് ജയരാജനെ കാണാൻ തൃശ്ശൂർ എത്തുന്നതിന് മുൻപ് തന്നെ ആംബുലൻസ് തൃശ്ശൂർ അമല ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഏതായാലും പോലീസ് വളരെ കർക്കശമായ നിലപാടിലേക്ക് നീങ്ങുന്നു. വളരെ കർശനമായ യാതൊരു അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ മാനുഷികമായ പരിഗണനകളോ പോലും നൽകാതെ ഇത്ര പ്രായാധിക്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിന് കൊടുക്കേണ്ട ഒരു പരിഗണന ഒരു കാരണവശാലും നൽകാനാവില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ്. പക്ഷേ ഒരു മാറ്റമുള്ളത്, ഇന്നലെ നമുക്കറിയാം അമിത വേഗതയും അശ്രദ്ധയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ പോലീസിന്റെ തിടുക്കം ഒക്കെ സൃഷ്ടിച്ച അപകടം ഉണ്ടാവാതിരിക്കേണ്ട ചില മുൻകരുതലുകൾ പോലീസ് എടുത്തിട്ടുണ്ട് എന്ന് ഒരു പക്ഷേ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ വേഗതയിൽ ആണ് ഇപ്പോൾ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പോലീസ് വാഹനത്തിന്റെ ഒക്കെ ഉൾപ്പെടുന്നതാണ് വാഹനം. മാധ്യമങ്ങളുണ്ട്, CPM പ്രവർത്തകരും അനുഗമിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് പോലീസ് ഇപ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാം. പക്ഷേ എങ്കിലും വളരെ പിടിവാശി, ട്രെയിൻ മാർഗം കൊണ്ടുപോകാനാവില്ല, അനുവദിക്കാനാവില്ല, പോലീസ് അതിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ ഈ ദേശീയപാതയിലൂടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്കമാലി പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം എറണാകുളം വൈറ്റില പിന്നിട്ട് ദേശീയപാതയിലൂടെ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പദ്ധതി. അതായത് ആദ്യം ഉണ്ടായ ഗുരുതരമായ പോരായ്മകൾ, പിഴവുകളൊക്കെ പരിഹരിച്ചാണ് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നീക്കം നിലവിൽ. സാലി,
അരുൺ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ചില ശ്രദ്ധ, അല്പം ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ കഴിയുന്ന ഈ വേഗത തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം, അർദ്ധരാത്രിയിൽ യാതൊരു ആവശ്യമില്ലാതെ പാദയാത്രയിൽ രോഗിയായ ഒരാളെയും കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിക്കുക എന്ന പിടിവാശി പോലീസ് ഇന്നലെ കാണിച്ചു. അതിന് അമിത വേഗതയും എടുത്തു. അത് അപകടത്തിൽ കലാശിക്കുകയും വലിയ പ്രതിഷേധത്തിനും ഒക്കെ എത്തിക്കുകയും ചെയ്തു. അതേതായാലും പോലീസിന്റെ കണ്ണ് തൽക്കാലം തുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാതയിലൂടെ ഈ പൊരിവെയിലത്ത് ആംബുലൻസിൽ രോഗിയായ ഒരു മനുഷ്യനെ തിരുവനന്തപുരത്ത് എത്തിക്കണമെന്ന പിടിവാശിയിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുന്നു. അത് തന്നെ അവർ ആ പിടിവാശി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിലാണ് യോഗം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. മാർച്ച് ആദ്യം സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരും. തുടർന്നാകും സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച നടക്കുക. കനയ്യകുമാറിനെ RSS അഭിഭാഷകർ കസ്റ്റഡിയിൽ തല്ലിച്ചതച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി 29 കോടതിയിൽ മർദ്ദനം ഏറ്റ മറ്റൊരു വാർത്തയിലേക്ക് മനുശങ്കർ കൂടി ദില്ലിയിൽ നിന്ന് നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മനു, 3 പേരാണ് പ്രധാനമായി കേസിൽ ഉൾപ്പെട്ടിരുന്നത്. വിക്രം സിംഗ് ചൗഹാൻ, യശ്പാൽ സിംഗ്, ഒപ്പം ശർമ്മ. ഈ 3 പേർക്കെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മനുവിനെ തല്ലിച്ചതച്ചതും ഈ 3 പേർ ഉൾപ്പെട്ടിരുന്നു എന്നാണ് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നത്. ഇന്ത്യ ടുഡേയുടെ ഒളി ക്യാമറ ഓപ്പറേഷനിലും ഇവരുടെ മൊഴിയാണ് പ്രധാനമായും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്താണ് നിലവിലെ വാർത്തകൾ? അരുൺ, നിലവിൽ വലിയ രീതിയിലുള്ള ആക്രമണം ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ അഴിച്ചുവിട്ട അഭിഭാഷകരിൽ പ്രധാനിയായിരുന്ന വിക്രം സിംഗ് ചൗഹാൻ, ഒപ്പം യശ്പാൽ സിംഗ്, ഒപ്പം ഓം ശർമ്മ എന്നിവരടക്കമുള്ളവരെ നമ്മൾ പരാതി നൽകിയിരുന്നു. ഇത് അടിസ്ഥാനമാക്കി മാധ്യമപ്രവർത്തകരുടെ അടക്കം കയ്യിലുണ്ടായിരുന്ന വീഡിയോ തെളിവുകളടക്കം ദില്ലി പോലീസ് മുമ്പാകെ നൽകുകയും തുടർന്ന് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ഈ അഭിഭാഷകരെ അടക്കം തിരിച്ചറിയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ അഭിഭാഷകർ തന്നെയാണ് മർദ്ദിച്ചതെന്നും ഈ അഭിഭാഷകർ മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങളടക്കം പോലീസ് മുമ്പാകെ വ്യക്തമായി നൽകുകയും ചെയ്തിരുന്നു. ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അവരുടെ പക്കൽ നിന്ന് ലഭിച്ച വീഡിയോ തെളിവുകളടക്കമാണ് കൈമാറിയത്. ഒപ്പം NDTVയിലടക്കം മാധ്യമ പ്രവർത്തക ഇത് സംബന്ധിച്ച് പരാതി ദില്ലി പോലീസിന് നൽകിയിരുന്നു. അവരും സമാനമായ രീതിയിൽ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് മുമ്പാകെ നൽകുകയും ഇതേ അഭിഭാഷകരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഈ 3 അഭിഭാഷകരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇവർക്ക് 1 മണിക്കൂറിന് ശേഷം ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതേ 3 അഭിഭാഷകർ തന്നെ ഈ കനയ്യകുമാറിനെ ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിൽ വച്ച് തന്നെ മർദ്ദിച്ചിരുന്നു എന്ന് സ്വയം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയ രഹസ്യ ഓപ്പറേഷനിലൂടെ അവരുടെ ക്യാമറ മുമ്പാകെ ഇവർ മർദ്ദിച്ചിരുന്നുവെന്നും പോലീസ് മുമ്പാകെ പോലീസ് ദൃക്സാക്ഷികളായി നിൽക്കെ കനയ്യകുമാറിനെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കനയ്യ ഇത് വിളിക്കില്ലെന്ന് പറഞ്ഞതോടെ കൂടി മർദ്ദനം തുടർന്നുവെന്നും 3 മണിക്കൂർ നേരം നീണ്ടുനിന്ന മർദ്ദനത്തിന് ശേഷം ഒടുവിൽ കനയ്യ അവശനാവുന്നതുവരെ മർദ്ദിച്ചിരുന്നെന്നും ഈ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടി ദില്ലി പോലീസ് കൈക്കൊണ്ടിരുന്നില്ല. ഇതിനെതിരെ ഇപ്പോൾ കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരോട് പോലീസ് മുമ്പാകെ കീഴടങ്ങണം എന്ന് കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതനുസരിച്ച് ഇവർ ഇല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനും ദില്ലി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർ പോലീസ് മുമ്പാകെ കീഴടങ്ങാം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ വച്ചിരിക്കുകയാണ്. അരുൺ, ഒപ്പം മനുവിന് നിലവിൽ വധഭീഷണി ഉണ്ടായി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അതിലും ഇവർ തന്നെയാണോ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അതായത് ഇന്ത്യ ടുഡേയുടെ ഒളി ക്യാമറ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നത് മനു ആണ് എന്ന തെറ്റിദ്ധാരണ കൂടി അവർക്ക് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു വധഭീഷണി സന്ദേശം ലഭിച്ചത്? അരുൺ, നിലവിൽ ഈ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ നമ്മൾ ദില്ലി പോലീസ് മുമ്പാകെ പരാതി നൽകുകയും ഈ അഭിഭാഷകരെ അടക്കം തിരിച്ചറിയുകയും ഇതേ അഭിഭാഷകർ തന്നെയാണ് അഭിഭാഷകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ദില്ലി പോലീസ് ഇവരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതിന് ഏതാനും സമയങ്ങൾക്ക് ശേഷമായിരുന്നു എനിക്ക് ഫോൺ കോൾ ലഭിച്ചത്. വലിയ രീതിയിൽ പ്രമുഖ മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ അഡ്രസ്സിലായിരുന്നു
ഇവർ ഫോൺ വിളിച്ചത്. താങ്കളുടെ പരാതി എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്നും മറ്റും ചോദിച്ചുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ആരായുകയായിരുന്നു ആദ്യം ചെയ്തത്. ഇതിനുശേഷം ഇവർ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്, താമസിക്കുന്ന റൂം നമ്പർ അടക്കം വളരെ വ്യക്തമായി ഒന്ന് നൽകാമോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ ഈ ഫോൺ കോളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇവരോട് നമുക്ക് പ്രസ് ക്ലബിൽ വെച്ച് കാണാം എന്നൊരു നിർദ്ദേശം തിരികെ നൽകി. ഇതിനുശേഷം ഇവർ ഫോൺ കട്ട് ചെയ്ത് പോവുകയായിരുന്നു. വലിയ രീതിയിൽ ഉള്ള ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശവും ലഭിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകളാണ് ഇത്തരത്തിൽ പോലീസ് മുമ്പാകെ പരാതി നൽകിയതിനു ശേഷം കൈരളി ചാനൽ ലാൻഡ് ഫോണിലേക്ക് പോലും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശ ഫോൺ കോളുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ കനയ്യകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചില വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞതും ഇവരാണ്. എന്തായിരുന്നു അവരുടെ പദ്ധതി? തീർച്ചയായിട്ടും ഇവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നതും ഈ കനയ്യകുമാറിനെ കോടതിയിലേക്ക്, ദില്ലി പാട്ടേൽ ഹൗസ് കോടതിയിലേക്ക് ആദ്യ സമയങ്ങളിൽ ജാമ്യാപേക്ഷ നൽകുന്നതിനായി എത്തിച്ച സമയത്ത് പോലും പോലീസ് ജീപ്പിൽ നിന്ന് പോലും പിടിച്ചിറക്കി പുറത്തിറക്കി ചവിട്ടിക്കൂട്ടുന്ന രംഗങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നതാണ്. കനയ്യ ജീവിച്ചിരിക്കാൻ പോലും അർഹനല്ല എന്നായിരുന്നു ഇവർ വാദിച്ചിരുന്നത്. തുടർന്ന് ദില്ലി പോലീസ് പോലും സാക്ഷി നിർത്തി പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് പോലും 3 മണിക്കൂർ കനയ്യയെ മർദ്ദിച്ചിരുന്നു എന്നും മറ്റും ഇവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കനയ്യയുടെ പാൻറിൽ മൂത്രം പോകുന്ന സമയം വരെ ഇവർ മർദ്ദിച്ചിരുന്നു എന്നും മറ്റും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കനയ്യ ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്നത് വരെ ഈ മർദ്ദനം തുടർന്നുവെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കേസിൽ എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനോ മറ്റു നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നതിനോ തയ്യാറായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി ഈ ഇന്ത്യ ചാനൽ തന്നെ ദില്ലി കോടതിയുമായി സംബന്ധിച്ചത്. ഇതിനെ തുടർന്നാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇവരോട് പോലീസ് മുമ്പാകെ കീഴടങ്ങണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവർ പോലീസ് മുമ്പാകെ ഹാജരായില്ലെങ്കിൽ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ദില്ലി പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഇവർ ഇതിന് ശേഷം പോലീസ് മുമ്പാകെ ഹാജരാകാം എന്നൊരു കാര്യം ഇപ്പോൾ കോടതി മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇനി ഇപ്പോൾ കോടതി മുമ്പാകെ ഹാജരായില്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നടപടിയായിരിക്കും ദില്ലി പോലീസ് കൈക്കൊള്ളേണ്ടത്. അതേസമയം മറ്റൊരു കാര്യം ലഭിക്കുന്നത് ഈ 3 അഭിഭാഷകരെ കൂടാതെ മറ്റു അഭിഭാഷകർക്ക് എതിരെ കൂടി നിയമ നടപടികൾ കൈക്കൊള്ളാൻ ദില്ലി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലി പാട്ടേൽ ഹൗസ് കോടതിയിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയ അഭിഭാഷകരെ ബാൻ ചെയ്യണം എന്നൊരു പരാതിയും വിവിധ പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗത്തു നിന്ന് ലോയേഴ്സ് യൂണിയന് പോലും ലഭിച്ചിട്ടുണ്ട്. ഈ പരാതി ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ ആഭ്യന്തരതല അന്വേഷണവും ഇപ്പോൾ ദില്ലി ലോയേഴ്സ് യൂണിയനും ആരംഭിച്ചിട്ടുണ്ട്. അരുൺ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.